വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ശാസ്ത്രീയ കല, അതിൽ തന്നെ നീന ടീച്ചർ പറഞ്ഞതുപോലെ മോഹിനിയാട്ടം എന്ന ഞങ്ങളുടെ ഫോം തിരഞ്ഞെടുത്ത് അരങ്ങിലേക്ക് വരിക എന്ന് പറയുന്നത് ഓരോ വേദിയും വളരെയധികം സന്തോഷവും ഉള്ളു നിറയുന്ന സ്നേഹവും നൽകുന്ന ഇടങ്ങൾ തന്നെയാണ്. കാരണം കേരളത്തിലെ ഫോം സത്യത്തിൽ ഈ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ടാണ് ഇത്രയധികം അതിനൊരു സ്ട്രെയിൻഫുള്ളായിട്ടുള്ള വഴിയിൽ കൂടി വന്ന് തീർച്ചയായിട്ടും ഒരു അനവധി വേദികളിൽ കൂടി കലാകാരന്മാരിൽ കൂടി ഇന്ന് മുഖ്യധാരയിലേക്ക് ഭാരതത്തിലെ മറ്റ് കലാരൂപങ്ങൾക്കൊപ്പം തലയുയർത്തി നിൽക്കാവുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതുവരെ ഇതിൻ്റെ ഒരു പുനരുദ്ധാരണവും പുനരുജ്ജീവനവും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു. ഇപ്പം ഞാനിന്നിവിടെ നീന ടീച്ചറിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഒരു സന്തോഷം, ഞാൻ എൻ്റെ ഒരു കരിയർ ആരംഭിച്ച സമയം മുതൽ, അല്ലെങ്കിൽ ഞാൻ കണ്ടു തുടങ്ങിയ, ഞാൻ വളരെയധികം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു കലാകാരിക്കൊപ്പം അവിടെ ഇരിക്കുകയും ഈ വേദി പങ്കിടുകയും ചെയ്യുക എന്ന് പറയുന്നത് ഈ കല തന്നെയാണ് എന്നെ അതിന് പ്രാപ്തയാക്കിയിരിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ അഭിമാനം. ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ നിന്നും എൻ്റെ ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹവും നിങ്ങളെയൊക്കെ അഭിമുഖീകരിച്ച് മോഹിനിയാട്ടത്തിന് വേണ്ടി അരങ്ങിൽ നിൽക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിലൊരുപാട് സന്തോഷം. ഒപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയും ഈ വീക്കെൻഡ് 2 വീക്കെൻഡായിട്ട് പരം ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ഇവൻറ്റുകളുടെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് വരാനും മോഹിനിയാട്ടത്തിൻ്റെ 2 അവതരണങ്ങൾ കാണാനുമുള്ള അവസരമാണ് കിട്ടിയത്. എനിക്ക് ശരിക്കും ആര്യയോടും സ്നേഹയോടും ഭയങ്കരമായിട്ടുള്ളിൽ അഭിമാനമാണോ സ്നേഹമാണോ വളരെയധികം ഇഷ്ടം തോന്നുകയാണ്. കാരണം അവരുടെ ജീവിത സാഹചര്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരിടത്ത് ചെന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളെ പഠിപ്പിച്ച് ഈ ഒരു അരങ്ങിൻ്റെ ഒരു കച്ചേരി ചെയ്യാനുള്ള ഒരു പ്രാപ്തി അവർക്കുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. മോഹിനിയാട്ടം എന്ന കല ഒരാളുടെ ശരീരത്തിൽ വരണമെങ്കിൽ വളരെ ദീർഘമായിട്ടുള്ള ഒരു കാലത്തിൻ്റെ പരിശീലനം ആവശ്യമാണ്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ ഭയങ്കര സ്ട്രെയിനാണ്, പക്ഷെ മോഹിനിയാട്ടം കളിക്കാനും പഠിക്കാനും ഭയങ്കര ഈസിയല്ലേ? ഒട്ടും ഈസിയല്ല. നമുക്കറിയാം, നമ്മുടെ ഈ ശരീരത്തിൽ ഇത്രയധികം എല്ലും എന്താ പറയുക, എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ശരീരത്തെ നമ്മൾ കാണുന്ന ഒരു ഫെദർ മൂവ്മെൻറ്റിലേക്ക്, അല്ലെ ഒരു ഒഴുക്കിലേക്ക് കൊണ്ടുവരിക എന്ന് പറയണത് എത്ര വർഷത്തെ ഒരു അധ്യാപകൻ്റെയോ അധ്യാപികയുടെയോ അധ്വാനത്തിൻ്റെ ഫലമാണത്. എളുപ്പത്തിൽ വഴങ്ങില്ല ഈ ശരീരം. ചുഴുപ്പുകളിൽ കൂടി നിരന്തരമായിട്ടുള്ള സാധനയിൽ കൂടി ഒരു കുട്ടിയെ രൂപപ്പെടുത്തിയെടുക്കുക എന്ന് പറയണത് വളരെയധികം സ്ട്രെയിനാണ്. അതാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിവേദിതയായാലും ഹൃദ്യയായാലും ഇനി അടുത്തൊരു ഇതിലേക്ക് വരാൻ പോണ ഹരിദ്രയായാലും തീർച്ചയായിട്ടും ആ ഒരു പാതയിലേക്ക്, മോഹിനിയാട്ടത്തിൻ്റെ ആ ഒരു സ്ട്രീമിലേക്ക് അവർ കാലെടുത്ത് വെച്ചു കഴിഞ്ഞു. അവരുടെ ശരീരഭാഷയിൽ കൂടി അവർ ചെയ്യുന്ന ആ ഒരു അഭിനയത്തിൽ കൂടി തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സോൾ എന്താണെന്ന് അവരറിയാൻ തുടങ്ങിക്കഴിഞ്ഞു. അത് ആര്യയുടെയും സ്നേഹയുടെയും ഒക്കെ, അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച അധ്യാപകരുടെ നേട്ടമാണ്. അവരെടുക്കുന്ന ഒരു സ്ട്രെയിനിൻ്റെ, ഇവിടെ ഇന്ന് അവർ നട്ടുവാങ്കത്തിന് ഇരിക്കുമ്പോൾ എത്രയും ടെൻഷനിലായിരിക്കും എന്ന് ഊഹിക്കാൻ പറ്റും. കാരണം ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രെസ്സുണ്ട്, ഇത്രയും ഐറ്റം ഈ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നതിൻ്റെ സ്ട്രെസ്സുണ്ട്, ഒപ്പം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലൈവ് ഓർക്കസ്ട്രയ്ക്കൊപ്പം ഷെയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ടെൻഷനുണ്ട്. ഇതെല്ലാം അഭിമുഖീകരിക്കുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാവും. പക്ഷേ കഴിഞ്ഞൊരു 2-3 ആഴ്ചയായിട്ട് അവരുടെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടും കേൾക്കുന്നത് കൊണ്ടും അറിയാം എത്രത്തോളം
പെയിൻഫുള്ളാണ് ഈ ഒരു അരങ്ങിന് വേണ്ടി അവരും മെൻ്റലി എടുക്കുന്ന സ്ട്രെസ്സ്. തീർച്ചയായിട്ടും അവരെ ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയാണ്. അടുത്തൊരു ജനറേഷനെ രൂപപ്പെടുത്താൻ അവരും അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. അതിന് വേദി ഒരുക്കി കൊടുക്കുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അല്ല ഈ ഒരു ഓർഗനൈസേഴ്സിൻ്റെ ഒരു മനസ്സും അതും ഭയങ്കര ഒരു വലിയ കാര്യമാണ്. കാരണം ഇങ്ങനത്തെ വേദികൾ ഒരുക്കുക എന്ന് പറയണതും ഭയങ്കര സ്ട്രെസ്സാണ്. കാരണം അത്രയും ദൂരെ നിന്ന് കേരളത്തിൽ വന്ന് ഇങ്ങനെയൊരു വേദി ഒരുക്കി ഇവിടെ ഇങ്ങനെ ഒരു അവതരണം നടത്തുക, നിങ്ങളെ എല്ലാവരെയും ഇവിടെ ക്ഷണിച്ച് എത്തിക്കുക. ഞങ്ങൾ വന്ന സമയത്ത് വളരെ ചുരുക്കം കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ സത്യസന്ധമായി വിചാരിച്ചത് ഇവരെടുക്കുന്ന ഈ സ്ട്രെയിൻ എന്താണെന്നുള്ളത് മറ്റുള്ളവരറിയാതെ പോകുമോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ തോന്നിയിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ നമ്മൾ മലയാളികളുടെ ഒരു രീതിയാണ് അത്. ആ പരിപാടി അങ്ങനെ തുടങ്ങാറാവുമ്പോഴേക്കാണ് നമ്മൾ ഓഡിയൻസ് എല്ലാവരും നിറയുക. തീർച്ചയായിട്ടും ഇതിങ്ങനെ നിറഞ്ഞ ഒരു സദസ്സ് കാണുമ്പോൾ അതും ഭയങ്കര സന്തോഷം തോന്നുന്നു. ഒപ്പം എൻ്റെ കുടുംബാംഗങ്ങൾ അവരിവിടെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെയധികം സന്തോഷമാണ്. അവർക്കൊപ്പം സഞ്ചരിക്കുകയും അവരുടെ കൂടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ലൈവ് ഓർക്കസ്ട്ര കൂടെ ഉണ്ടാവണം. അവർ തരുന്ന ഒരു എനർജി അത് ഇവിടെ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇവരുടെ ഒരു സാന്നിധ്യം ഇതെല്ലാം ഈ വേദിയെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഹൃദ്യയ്ക്കും ഹരിദ്രയ്ക്കും നല്ലൊരു ഭാവി അത് മോഹിനിയാട്ടത്തിൽ കാണുന്നുണ്ട്. മുന്നോട്ടേക്ക് ഇനിയും ഒരുപാട് വേദികളിൽ വരാൻ അവർക്ക് സാധിക്കട്ടെ. അതിനായിട്ട് ഈശ്വരൻ ഈ മാതാപിതാക്കളെ അനുഗ്രഹിക്കട്ടെ. ഒപ്പം നിവേദിതയെ എല്ലാവരെയും 3 കുട്ടികളും പരത്തിൻ്റെ ശരിക്കൊരു അഭിമാനം തന്നെയായിട്ട് മാറും എന്നുള്ളതിൽ സംശയമില്ല. മോഹിനിയാട്ടം നന്നായിട്ട് അവർക്ക് കിട്ടട്ടെ. ഒരുപാട് സന്തോഷം.